ദാ കുഞ്ഞ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒരു നിർണായകമായ വിവരം, കുഞ്ഞ് 3:30 റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ബിഗ് ബ്രേക്കിംഗ്. കുഞ്ഞ് 3:30 വൈകുന്നേരത്ത് 3:30 കന്യാകുമാരി ഇപ്പോൾ കന്യാകുമാരി SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തുകയാണ്. തത്സമയ വിവരങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കുഞ്ഞ് കന്യാകുമാരിയിലെത്തി. കുഞ്ഞ് കന്യാകുമാരിയിലെത്തി. പുലർച്ചെ 4:40 ഈ വിവരം കന്യാകുമാരി പോലീസിനെ ധരിപ്പിക്കുന്നതോടുകൂടി കന്യാകുമാരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ടർ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. കുഞ്ഞിനെ കണ്ടെത്താനുള്ള ശ്രമം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു. കന്യാകുമാരി പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു, കുഞ്ഞ് കന്യാകുമാരിയിലുണ്ട്. പക്ഷേ എവിടെയാണ് കുഞ്ഞ് എന്നതിൻ്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കന്യാകുമാരിയിൽ കുഞ്ഞിനെ ട്രേസ് ചെയ്യാൻ വേണ്ടി പോലീസ് 4:40 മുതൽ തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കന്യാകുമാരിയിലെ എല്ലാ ഇടങ്ങളിലും കുഞ്ഞു പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലേക്ക് പോലീസ് സംഘം ഇപ്പോൾ സഞ്ചരിക്കുന്നുണ്ട്. വൈകുന്നേരം 3:30 കുഞ്ഞ് കന്യാകുമാരി എക്സ്പ്രസിൽ ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസിൽ തമ്പാനൂരിൽ നിന്ന് കന്യാകുമാരിയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നു. 3:30 ഇറങ്ങുന്ന ഈ കുഞ്ഞ് ബാക്കിയുള്ള സമയം എവിടെയാണ് എന്നത് വളരെ നിർണായകമായൊരു ചോദ്യമാണ്. CCTV കേന്ദ്രീകരിച്ചുകൊണ്ടും ഒക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. കന്യാകുമാരിയാണ്, കുഞ്ഞിനറിയാത്ത സ്ഥലമാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കുഞ്ഞിൻ്റെ 3 സഹോദരങ്ങളാണുള്ളത്. കുഞ്ഞിനൊരു സഹോദരനും 2 സഹോദരിമാരും. അസം സ്വദേശികളാണ് ഇവർ. 2 മാസമായി കഴക്കൂട്ടത്തെത്തിയിട്ട്. 2 മാസം മാത്രം ഈ കഴക്കൂട്ടത്തെത്തി പരിചയമുള്ളവരാണ്. മലയാളം അറിയില്ല, തമിഴ് അറിയില്ല. ആകെ ഈ കുഞ്ഞിനറിയാവുന്നത് അസം ഭാഷ മാത്രമാണ്. അല്പസ്വല്പം ഹിന്ദിയും വശമുണ്ട്. എന്നാൽ ഈ കുഞ്ഞ് കന്യാകുമാരിയിൽ എത്തുമ്പോൾ ഈ കുഞ്ഞിന് ഏതെങ്കിലും തരത്തിൽ ആശയവിനിമയം നടത്തുക സാധ്യമല്ല. ഇനി അവിടെ ഹിന്ദി അറിയാവുന്നവരോട് ഈ കുഞ്ഞ് സംസാരിച്ചിട്ടുണ്ടോ? കടയിൽ നിന്ന് കുഞ്ഞ് വിശന്നായിരിക്കും പോയിട്ടുണ്ടാവുക. 10 മണിക്ക് വീട്ടിറങ്ങിയതിന് ശേഷം കുഞ്ഞൊരു തുള്ളി കഴിച്ചിട്ടിരിക്കാൻ സാധ്യതയില്ല. കാരണം ആകെ ഈ കുഞ്ഞിൻ്റെ കയ്യിലുള്ളത് 50 രൂപ മാത്രമാണ്. അതിൽ 10 രൂപ ഉപയോഗിച്ച് ബസ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും. 40 രൂപ ഉപയോഗിച്ച് തീവണ്ടി ടിക്കറ്റ് എടുക്കാതെ ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് കണ്ടു എന്നാണ് ബബിതയുടെ നിർണായകമായ മൊഴി. ബബിതയുടെ ഫോട്ടോ വളരെ നിർണായകമായിരുന്നു. ഈ ഘട്ടത്തിൽ പ്രേക്ഷകർ കാണുന്നത് കഴക്കൂട്ടത്തു നിന്നുമുള്ള CCTV ദൃശ്യങ്ങൾ കൂടി റിപ്പോർട്ടർ TV ആക്സസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി TV പ്രസാദും റോഷിപാലും ഇപ്പോൾ കന്യാകുമാരിയിലേക്ക് സഞ്ചരിക്കുന്നു. വളരെ നിർണായകമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് റോഷിപാൽ. റോഷി, കുഞ്ഞ് കന്യാകുമാരിയിലുണ്ട്. പക്ഷേ കന്യാകുമാരിയിൽ എവിടെ? പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. പുലർച്ചയോടുകൂടി കന്യാകുമാരി പോലീസ് ഈ കോമ്പിംഗ് ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ റോഷിപാൽ? അരുൺകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഈ ബബിത നൽകിയ വിവരമാണ്. ആ ബബിത പോലീസിന് വിവരം നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ തിരുവനന്തപുരം DCP കന്യാകുമാരി പോലീസുമായി ബന്ധപ്പെട്ടു. കന്യാകുമാരി SP-യുമായി DCP ബന്ധപ്പെടുകയും വിവരങ്ങൾ കൈമാറി. കുട്ടിയുടെ ചിത്രം ഉൾപ്പെടെ കൈമാറി. ഏറെ വൈകിയില്ല, 4:40 തന്നെ തമിഴ്നാട് പോലീസ്, കന്യാകുമാരി പോലീസ് ASP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിന് രൂപം നൽകി. അവർ തെരച്ചിൽ തുടങ്ങി എന്ന് തന്നെ ഉള്ള വിവരങ്ങളാണ് സംസ്ഥാന പോലീസിന് കൈമാറിയത്, തിരുവനന്തപുരം DCP കൈമാറിയത്. ഏതായാലും 3:30 കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി എത്തിയതായി സ്ഥിരീകരിച്ചു. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പാറശാല മുതൽ അങ്ങോട്ട് പാറശാല വരെ കുട്ടിയെ കണ്ടു എന്ന വിവരമാണ് ബബിത കൈമാറിയത്. പിന്നീട് പാറശാല മുതൽ അങ്ങോട്ടേക്ക് സ്റ്റോപ്പുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറങ്ങിയോ എന്ന പരിശോധന നടത്തി. ആ പരിശോധനകളിൽ അവിടെ ഇറങ്ങിയിട്ടില്ല. അങ്ങനെയാണ് കന്യാകുമാരിയിൽ കുട്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും കന്യാകുമാരി പോലീസ് സ്റ്റേഷനിൽ വിവരം നൽകുന്നു. കന്യാകുമാരി SP-ക്ക് ഈ കുട്ടിയുടെ വിവരങ്ങൾ, കുട്ടിയുടെ ചിത്രമടക്കം തിരുവനന്തപുരം DCP കൈമാറുന്നു. തൊട്ടു പിന്നാലെ തന്നെ പുലർച്ചെ 4:40 കൃത്യം 4:40 തന്നെ കന്യാകുമാരി പോലീസ് പരിശോധന തുടങ്ങിക്കഴിഞ്ഞു. 4:40 പരിശോധന തുടങ്ങി. ഇപ്പോൾ തമിഴ്നാട് പോലീസ് ഒരു പ്രത്യേക സംഘം തന്നെ നിയോഗിച്ചിരിക്കുന്നു. കന്യാകുമാരി ASP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കുട്ടിയെ കണ്ടെത്താനുള്ള തെരച്ചിൽ അവർ നടത്തുന്നു. അതിനൊപ്പം കേരള പോലീസും ചേരും. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണം റോഷിപാൽ. ഇന്നലെ ഉച്ചയ്ക്ക് 3:30 കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മറ്റ് തീവണ്ടി യാത്രാ ഇന്നലെ വൈകിട്ട് 3:30 കുഞ്ഞ് കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നലെ 3:30 ശേഷം കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെടുന്ന 2 ട്രെയിനുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈകുന്നേരം 5:25 ഇന്നലെ പുറപ്പെടുന്ന ഒരു വിവേക് എക്സ്പ്രസ് ഉണ്ട്. 5:25 ഈ കുഞ്ഞ് കന്യാകുമാരിയിൽ 3:30 എത്തി വീണ്ടും മറ്റൊരു തീവണ്ടിയിൽ കയറിയിട്ടുണ്ടാകുമോ എന്നൊരു സംശയം നമ്മുടെ മുന്നിലുണ്ട്. ഒരു സാധ്യതയാണ്. രണ്ടാമത്തെ ഒരു സാധ്യതയുള്ളത് ഇന്ന് പുലർച്ചെ പുറപ്പെടുന്ന പരശുരാം എക്സ്പ്രസ് 3:45 കന്യാകുമാരിയിൽ നിന്നാണ് പുറപ്പെടുക. ഈ കുഞ്ഞിനെ കാണാതായ വിവരം കന്യാകുമാരി പോലീസ് അറിയുന്നത് 4 മണിക്ക് ശേഷമാണ്. അപ്പോൾ കുഞ്ഞ് ഈ 2 തീവണ്ടികളിൽ കന്യാകുമാരിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി അന്വേഷണത്തെ ബുദ്ധിമുട്ടിലാക്കും.